ഹലോ ഗൈസ്, നമ്മളിന്ന് എങ്ങോട്ടാണ് പോകണമെന്നറിയോ? നമ്മളിന്ന് ഈ സ്പിരിറ്റിലേക്കാണ് പോകുന്നത്. അതെന്താണ്? ഇവിടെയുള്ള ഒരു ടെക്സ്റ്റൈൽ ഷോപ്പാണ് കേട്ടോ. ഇവിടെ ഈ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഇൻഫ്ലേഷൻ കാരണം പൂട്ടിപ്പോവുകയാണ് ജർമ്മനിയിൽ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്ത് വിചാരിച്ചു, ഞങ്ങളും പോയി നോക്കാം. കാരണം ഒരുപാട് ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ പോക്ക് തുടങ്ങുന്നത്. നിങ്ങൾ കണ്ട ഓട്ടോ ഒക്കെ ബസ്സും ട്രെയിനും പിടിക്കാനായിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഓടിയതാണ്. കാരണം ഞങ്ങളവിടെ എത്തണമല്ലോ. കാരണം ഇവിടുന്ന് ഒരു ട്രെയിൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത ട്രെയിൻ വരണമെങ്കിൽ കുറേ നേരം എടുക്കും. അങ്ങനെ ഞങ്ങൾ ഏകദേശം അവിടെ എത്തി. ഞങ്ങൾ ബസ് സ്റ്റോപ്പൊക്കെ മാറിപ്പോയി ഇറങ്ങിയത് ഒരു 10-20 മിനിറ്റ് നടന്ന്. പക്ഷെ അപ്പോഴത്തേക്ക് ഭയങ്കര മഴയായിരുന്നു. ആകെ നനഞ്ഞ് കുളിച്ചാണ് ഞങ്ങൾ ആ മാളിലേക്ക് കയറുന്നത്. പക്ഷെ മാൾ അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇതുവരെ ഇതിനെപ്പറ്റി കേട്ടിട്ടുമില്ല. ഞങ്ങൾ ഈ സ്പിരിറ്റ് അന്വേഷിച്ചാണ് ശരിക്കും പറഞ്ഞാൽ പോയത്. അവിടെ എത്തിയപ്പോൾ എൻ്റെ വേറെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. ഇതാണ് അവിടുത്തെ കാഴ്ച. കുറേ സാധനമൊക്കെ അവിടെ നിന്ന് വിറ്റ് പോയിന്ന് തോന്നുന്നുണ്ട്. അവിടെ ഉള്ളതൊന്നും ഞങ്ങൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. കാരണം എല്ലാം 50-70% ഒക്കെ ഓഫേ ഉണ്ടായിരുന്നുള്ളൂ. അത്യാവശ്യം റേറ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളതൊന്നും നോക്കാതെ ഞങ്ങൾ പുറത്തിറങ്ങി ജസ്റ്റ് മാളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഈ ഒരു സാധനം ഞങ്ങളുടെ കണ്ണിൽപ്പെട്ടെ. ഫോട്ടോ എടുക്കാൻ പറ്റും ഇതിനകത്ത്. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഫോണിലേക്കും എടുക്കാം. സംഭവം ഭയങ്കര നല്ലതായിരുന്നു. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു മാളാട്ടോ. നമുക്കും കുറച്ച് സമയമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എല്ലാവർക്കും കൂടെ വന്ന് അടിച്ചു പൊളിക്കാനൊക്കെ അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോഴാണ് ഈ ഒരു സാധനം അവിടെ കണ്ട ഒരു കൊച്ചിത് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ എന്താണെന്ന് ജസ്റ്റ് നോക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഇത് നമുക്കിങ്ങനെ തിരിക്കാനൊക്കെ പറ്റും. അതിനകത്ത് ആ മഞ്ഞ കളറ് വരുമ്പോൾ അവർ പറയുന്ന പോലെ, അവർ ആരോമാർക്ക് കാണിക്കുന്ന പോലെയൊക്കെ നമ്മൾ ചെയ്യിക്കണം. അതായിരുന്നു കേട്ടോ. പക്ഷെ നല്ല രസമായിരുന്നു. കുറച്ച് നേരം ഇതിനകത്ത്, കുറച്ചധികം നേരം ഞങ്ങൾ ഇത് തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു മഞ്ഞ സാധനം അതുപോലെ ഇത് ഒരു സ്റ്റോറി പോലെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും എന്തായാലും. അത് ഇടുന്ന സാധനം അത് അല്ല, ടബ് നിറയ്ക്കുന്നതായിരിക്കും. അറിഞ്ഞു പോയി. നമ്മളിങ്ങനെ നിർത്ത്. ആ മഞ്ഞ സാധനം വന്നല്ലേ നിർത്താൻ പറ്റുള്ളൂ. എടാ ഇവരെന്താ ചിരിച്ചോണ്ടിരിക്കണേ? ചിരിക്കാതെ പോയി വെള്ളം പൊട്ടാ. അങ്ങനെ ഞങ്ങൾ പോവാന്നൊക്കെ ഇറക്കി. ഇപ്പോൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുമായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ ഈ സാധനം കണ്ടത്, ഈ കൊച്ചു കളിക്കുന്നത്. പക്ഷെ ഇത് നല്ല പാടായിരുന്നു കേട്ടോ. എനിക്ക് നെഞ്ചുവേദന എടുക്കുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ ഷോപ്പിങ്ങിന് ഇറങ്ങി കേട്ടോ. അങ്ങനെ കുറേ കടകളിലൊക്കെ കയറി. കാര്യമായിട്ടൊന്നും വാങ്ങിയില്ല. ഒരാളൊരു ജാക്കറ്റ് മാത്രം വാങ്ങി ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. നല്ല മഴയും മഞ്ഞും തണുപ്പും ഒക്കെ ആയിരുന്നു. അപ്പം ഞങ്ങളൊരു ഡോണർ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഡാംസ്റ്റാഡ് ഷ്ലോസിലുള്ള ഒരു ഡോണർ ഷോപ്പിലേക്ക് പോയിട്ടോ. ഒരു അടിപൊളി ഡോണറായിരുന്നു. ഭയങ്കര ടേസ്റ്റുള്ള ബ്രെഡൊക്കെ ആയിരുന്നു. നമുക്ക് അതിൻ്റെ കൂടി ഒരു കട്ടൻ ചായയൊക്കെ കിട്ടിയിട്ടു. നമ്മുടെ നാട്ടിലെ പോലത്തെ നല്ലൊരു കട്ടൻ ചായയൊക്കെ കിട്ടി. വെറും €6 ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നല്ലോണം വയറ് നിറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ നാളായി ഒരു റീൽസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞങ്ങൾ ഇപ്പോൾ അവിടെ നിന്ന് പഠിച്ചിട്ട് ചെയ്തതാട്ടോ ഇത്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മറ്റേ അക്കാമക കളിച്ചാൽ ഞങ്ങൾ. പക്ഷെ ഭയങ്കര കോമഡി ആയിരുന്നു. അയ്യോ ഞാൻ തുടങ്ങിയില്ല. അപ്പോൾ ഡാൻസൊക്കെ കളിച്ച് ഞാൻ വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.